ഹലോ. അപ്പം നമ്മൾ രാവിലെ തന്നെ പോകുന്നത് മോൻ്റെ ഒരു മൂത്തച്ഛൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഏട്ടൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പശുവുണ്ട്. അപ്പോൾ പശുവിനെ തൊടാൻ വേണ്ടിയിട്ടാണ് ഇവൻ കളിക്കുന്നത്. പശുവാണെങ്കിൽ ഇവർ രണ്ടാളെയും പേടിച്ചിട്ട് പശു ആലേൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അങ്ങനെ എന്നാൽ ഏട്ടനും മോനും കൂടിയിട്ട് എങ്ങനെയെല്ലാനോ തൊടാനിങ്ങനെ ശ്രമിച്ച അവസാനം മോനൊന്ന് തൊട്ടു. എന്നിട്ട് ഇവൻ പറഞ്ഞാൽ എന്നാൽ ശരി നമുക്ക് പോവാലോ, പശു നിൽക്കുന്നൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ ഇവൻ്റെ മൂത്തച്ഛൻ്റെ വീട്ടിലേക്ക് എത്തി. ഇവൻ എത്തിയപാട് അവിടെ കയറിയിരുന്നു. എന്നിട്ടിങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള അമ്മമ്മ ഇവനോട് എന്തെല്ലോ ചോദിക്കുന്നുണ്ട്, വിശേഷങ്ങളെല്ലാം. ഇവൻ അതിനിങ്ങനെ ആൻസറും പറയുന്നുണ്ട്. പിന്നെ എന്നാ ഇവനോട് മൂത്തച്ഛൻ ചോദിച്ചു രാവിലെ എന്നാ കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറഞ്ഞു ദോശയാന്ന് പറഞ്ഞ്. പിന്നെ മൂത്തച്ഛൻ അവന് പഴവും കടലയെല്ലാം കൊണ്ടു കൊടുത്തു. പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് പാലും കൊടുക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ പഴം ഒരിക്കൽ കടിച്ചു, പിന്നെ അച്ഛൻ്റെ വായിലേക്ക് ഇട്ട് കൊടുത്തു. കടല തിന്നിട്ടുമില്ല, പാല് കുറച്ചേ കുടിച്ചിട്ടുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെയുള്ള കോഴീനെല്ലാം കണ്ടതിന് ശേഷം വീണ്ടും തിരിച്ച് പോകുന്നു വീട്ടിലേക്ക്, നമ്മളെ വീട്ടിലേക്ക്. അങ്ങനെ പോകുമ്പോൾ ഏട്ടനോട് പറഞ്ഞാൽ അങ്ങ് എടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിരുന്നു. എന്നിട്ട് പിന്നെ കുറച്ചെടുത്ത് പിന്നെ എന്നാൽ ഇവൻ നമ്മളെ വീട്ടിലേക്ക് എത്താനാകുമ്പം അതിൻ്റെ അടുത്തൊരു ഗുളികൻ്റെ തറയുണ്ട്. അവിടെ കയറി നോക്കുന്ന വിളക്ക് കത്തിച്ചിനോ, വിളക്കിൽ വെളിച്ചെണ്ണ ഉണ്ടോ എന്നെല്ലാം നോക്കി എല്ലാം എന്നാൽ മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞു വാ നമുക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനീ പോകുന്നത് ആയഞ്ചേരിയിലേക്കാണ് പോകുന്നത്. ഡ്രസ്സിൽ വെടിക്കാൻ കൊടുക്കാനുണ്ട് എൻ്റെ, പിന്നെ വാച്ച് റെഡിയാക്കാനെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ മൂന്നാളും കൂടിയിട്ട് ആയഞ്ചേരിയിലേക്ക് പോകുമ്പം ഇവൻ പറഞ്ഞു കാറിന്ന് പാട്ട് വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പാട്ടൊന്നും വെക്കൂലേന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ കരയുന്നത് ഫോൺ താന്ന് പറഞ്ഞാൽ ഞാനതൊന്നും കൊടുത്തിട്ടുമില്ല. അങ്ങനെ പിന്നെ അച്ഛനും മോനും കൂടിയിട്ട് കാറിലിരുന്നു. ഞാൻ ടൈലറിൻ്റെ അടുത്ത് പോയി എൻ്റെ അടിക്കാനുള്ള ഡ്രസ്സെല്ലാം കൊടുത്ത് അളവെല്ലാം എടുത്ത് ഞാൻ തിരിച്ച് കാറിലേക്ക് പോയി. ഇവനെ എടുത്തിട്ട് പോകുന്നത് ബേക്കറിയിലേക്കാണ്. വേറെ ഒന്നുമില്ല, ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ പോകുന്നത്. അപ്പോൾ അവിടെ ഫസ്റ്റ് കയറിയ ബേക്കറിയിൽ കിട്ടാത്തതുകൊണ്ട് വേറൊരു ബേക്കറി പോയി മുട്ടായിയെല്ലാം വാങ്ങി. പിന്നെ നമ്മൾ നേരെ ബാർബർ ഷോപ്പിലേക്കാണ് പോയത് മോൻ്റെ മുടിയൊന്ന് മുറിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഇവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു, ചിരിച്ചുകൊണ്ടെല്ലാം നിൽക്കുന്നുണ്ടായിരുന്നു. അവസാനമാകുമ്പോഴേക്കും എൻ്റെ അമ്മയെ അവിടെ നിന്ന് ഭയങ്കര കരച്ചിലാണ്. മതി മതി എന്നെല്ലാം പറഞ്ഞ്. പിന്നെ എണീച്ച് വരുമ്പോഴും കരയുന്നുണ്ട്, എന്നെ അങ്ങ് എടുക്കുക എന്നെല്ലാം പറഞ്ഞിട്ട്. അവസാനം ഞാനങ്ങ് എടുത്തപ്പം ഭയങ്കര ഹാപ്പിയായി. ഞാൻ പറഞ്ഞു സുന്ദരനായല്ലോ എന്നെല്ലാം പറയുമ്പോൾ ചിരിക്കുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ പോയത് വാച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ചെയിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വാച്ചെല്ലാം റെഡിയാക്കി തിരിച്ച് വരുമ്പം ആൽഫബെറ്റ്സ് വാങ്ങി ഇവൻ കരഞ്ഞിട്ട്. അങ്ങനെ മോൻ്റെ പേരെല്ലാം എഴുതി നമ്മൾ വീട്ടിലേക്ക് എത്തി. പിന്നെ ഇത് വൈകുന്നേരം അമ്മ ഏട്ടനോട് പറഞ്ഞു തേങ്ങ കുറേ ഉരിക്കാനുണ്ട്, അങ്ങ് ഉരിച്ചേക്ക് എന്ന് പറയുമ്പോൾ തേങ്ങ ഉരിക്കുമ്പോൾ എന്തെല്ലോ പറയുന്നതെല്ലാം ഉണ്ട്. പിന്നെ മോനാണെങ്കിൽ എന്നാൽ തേങ്ങ അപ്പുറത്തെറി ഇപ്പുറത്തെറിയെല്ലാം ചെയ്ത് പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഓർക്കാട്ടേരി എക്സിബിഷന് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.